എൻ്റെ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമ കഴിയുന്നത് വരെ സിനിമയ്ക്ക് ആളുകളുടെ മീതെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ക്ലാസ്മേറ്റ്സിന് ശേഷം ഞാൻ തന്നെ ഒരു 100ഓളം അലുമിനൈ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ അടുത്ത് എൻ്റെ മകള് ഡോക്ടറാണ്. അവർ PG എക്സാമിനേഷന് വേണ്ടിയിട്ട് PG എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടെ അവരുടെ ഒരു സുഹൃത്ത്, ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, താങ്കൾ കാരണമാണ് ഞാൻ മെഡിക്കൽ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന എൻ്റെ സിനിമയുടെ ആരാധകനായിരുന്നു അയാൾ. ഡോക്ടർമാർ പ്രധാന കഥാപാത്രമായിട്ടുള്ള ചില സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് നെക്ലസിലെ ഫഹദിൻ്റെ ക്യാരക്ടർ ഡോക്ടർ അരുൺകുമാർ ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ ആരും അനുകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അനുകരിക്കാതിരിക്കട്ടെ. അയാളും ഞാനും തമ്മിൽ ഡോക്ടർ രവി തരകൻ അടക്കമുള്ള, ഡോക്ടർ സാമുവൽ അടക്കമുള്ള ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ, വ്യത്യസ്തരായ ഡോക്ടേഴ്സ് കഥാപാത്രമായിട്ടുള്ള സിനിമയായിരുന്നു. എൻ്റെ സിനിമകൾ ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അയാളും ഞാനും തമ്മിൽ പോലുള്ള സിനിമകൾ കണ്ടിട്ട് ഡോക്ടർ ആവണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെത്തരത്തിലുള്ള ഡോക്ടേഴ്സ് ആയിരിക്കണം, അവരെത്തരത്തിൽ രോഗികളെ ശുശ്രൂഷിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അയാൾ ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ആ കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാരും കുറേ സീനിയർ ഡോക്ടേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പുതിയ ഹോസ്പിറ്റൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ മന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ജിയോറ ഹോസ്പിറ്റൽ. ജിയോറ ഹോസ്പിറ്റലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അതിൻ്റെ സാരഥികൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഹോസ്പിറ്റലിനോട് ഒരു കൗതുകം തോന്നിയത്. അവർ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് അറ്റ് അഫോർഡബിൾ പ്രൈസ് എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ജിയോറ ഹോസ്പിറ്റൽ തളിപ്പറമ്പുകാർക്ക് എന്തായാലും ഒരു ഭാഗ്യമായിട്ട് വരികയാണ്. അവരെ കെയർ ചെയ്യാൻ, സ്നേഹപൂർവ്വം അവരെ ശുശ്രൂഷിക്കാൻ, പ്രവൃത്തി അല്ലെങ്കിൽ കർമ്മം മാതൃകയാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ ഹോസ്പിറ്റലിന് പുറകിലുണ്ട്. ജിയോറ ഹോസ്പിറ്റലിന് എൻ്റെ എല്ലാ ആശംസകളും.